നമസ്കാരം. നമ്മൾ വളരെ കാലത്തെ കാത്തിരിപ്പിന് വളരെ സന്തോഷകരമായ ഒരു പരിസമാപ്തിക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഉള്ളതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. റഹീമിന്റെ ശിക്ഷാ കാലാവധി സൗദിയിൽ ഈ 19-ാം തീയതി അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ റിലീസിംഗ് അതിനോടനുബന്ധിച്ച് സൗദിയിലെ നിയമപ്രകാരമുള്ള മറ്റ് നടപടികളൊക്കെ പൂർത്തീകരിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. കേരളത്തിൽ അഭിമാനകരമായ ജനപങ്കാളിത്തത്തോടുകൂടി നമ്മൾ നടത്തിയ വലിയ ഒരു പ്രയത്നത്തിന് ഒരു സന്തോഷകരമായ പരിസമാപ്തിയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും വിശ്വസിക്കുന്നതും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റഹീം നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു വരും എന്ന പ്രതീക്ഷയിലാണ് ഈ സൗദിയിലും കേരളത്തിലുമുള്ള നമ്മുടെ കമ്മിറ്റി അംഗങ്ങളും കുടുംബങ്ങളും നാട്ടുകാരും എല്ലാവരും. അതിന് കഴിഞ്ഞ കാലങ്ങളിൽ പത്രമാധ്യമങ്ങൾ തന്ന സഹകരണം വീണ്ടും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമായ ഒരു ഉൾക്കൊള്ളിക്കുകയാണ്. നമുക്കറിയാം, 20 വർഷം അദ്ദേഹത്തിന്റെ ശിക്ഷാ കാലാവധി പൂർത്തിയായതിനു ശേഷം, അത് പൂർത്തീകരിക്കുന്നത് 20-ാം തീയതി ആണെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും 20-ാം തീയതി എന്ന ദിവസം അന്ന് വരുന്ന ആരും പ്രതീക്ഷിക്കരുത്. 20-ാം തീയതി ഒരിക്കലും വരുമെന്ന് നമ്മൾ ആരും പറയാൻ പാടില്ല. കാരണം വെച്ചാൽ അവിടുത്തെ പ്രസിദ്ധീകരണം കഴിയണം. 21-ാം തീയതി മുതൽ അവിടെ ലീവായതുകൊണ്ട്, സൗദിയിൽ ലീവായതുകൊണ്ടാണ്, അവിടെ വെക്കേഷൻ വരാൻ സാധ്യതയുള്ളതുകൊണ്ടും നമ്മൾ 20-ാം തീയതി അദ്ദേഹത്തിന്റെ കാലാവധി കഴിയുമെങ്കിൽ തന്നെയും ഇത് വന്നുകൊള്ളണമെന്നില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് പത്രക്കാരൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ 20-ാം തീയതി എത്തുമെന്ന് തന്നെ എഴുതിക്കൂടുതൽ പ്രത്യേകം പറയാം. കാരണം അങ്ങനെ പറയുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളായിട്ടുണ്ട്. അതുപോലെ തന്നെ വി ഹാവ് ഇമ്മൻസ് പ്രഷർ to the releasing of Mr. Abdur Rahim, and was had sentenced to death for his criminal. ആയതുകൊണ്ട് നമുക്കറിയാം, തീർച്ചയായിട്ടും നമുക്ക് സൗദി ഗവൺമെന്റിനോടൊക്കെ തന്നെ ഒരുപാട് കടപ്പാടുണ്ട്, ഗവൺമെന്റിനോടൊക്കെ ഒരുപാട് കടപ്പാടുണ്ട്. നാട്ടുകാരുടെ കുടുംബത്തോടൊക്കെ നമ്മൾ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ അതിന് പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ പിന്നെ ചാനലുകളും പത്രപ്രവർത്തകരും തന്നെയാണ് ഇതൊക്കെ ഇതിൻ്റെ രൂപത്തിൽ കൊണ്ടുവന്നത്. സേവനം നമുക്ക് മറക്കാൻ സാധ്യമല്ല എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയുന്നു. നമ്മൾ സഹായിച്ച എല്ലാ ആളുകൾക്കും, എല്ലാ കമ്മിറ്റികൾക്കും, സൗദി നമ്മുടെ KMCC അടക്കമുള്ള വിദേശ കമ്മിറ്റികൾക്കും, അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരെ, ഇവിടുത്തെ കമ്മിറ്റിക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും സഹായം വേണ്ടി പ്രതീക്ഷിക്കുകയാണ്. ശരി. ലോക മലയാളി സമൂഹം കൈകോർത്ത ഒരു മഹാസംരംഭത്തിന് ഏതാനും ദിവസങ്ങൾക്കകം ഒരു ശുഭ സമാപ്തിയാവുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഗ്രഹിച്ച അബ്ദുർ റഹീമിന്റെ തിരിച്ചുവരവ് വളരെ വൈകാതെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. ഈ വരുന്ന മെയ് 20 അദ്ദേഹത്തിന്റെ 20 വർഷം എന്ന സൗദി അറേബ്യയുടെ ക്രിമിനൽ കോടതിയുടെ വിധി പ്രകാരമുള്ള ശിക്ഷാ കാലാവധി പൂർത്തിയാവുകയാണ്. ഈ 20 വർഷം അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി, അതുപോലെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തവരാണ് ലോക മലയാളികളും, അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും. ഞങ്ങൾക്ക് അങ്ങേയറ്റം കടപ്പാടും നന്ദിയുമുണ്ട്. ഇന്ന് അബ്ദുർ റഹീം തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ
അത് മാധ്യമങ്ങളുടെ പങ്ക് അക്കാര്യത്തിൽ അവർണ്ണനീയമാണ്. ഞങ്ങൾക്കതിനുള്ള കടപ്പാട് ഞങ്ങൾ നേരുകയാണ്. ഇവിടെയുള്ള നാട്ടിലുള്ള അബ്ദുറഹീം നിയമസഹായ സമിതിയും അതുപോലെ തന്നെ റിയാദിലുള്ള അബ്ദുറഹീം നിയമസഹായ സമിതിയും കൈകോർത്തുകൊണ്ടാണ് ഈ വലിയൊരു സംരംഭത്തിൽ നമ്മളെല്ലാവരും പങ്കാളികളായത്. 15 മില്യൺ റിയാല് വളരെ നിയമപ്രകാരം തന്നെ കൈമാറിക്കൊണ്ട്, കോടതി വഴി കൈമാറിക്കൊണ്ടാണ് അദ്ദേഹത്തിന് പ്രൈവറ്റ് റൈറ്റ്സ് പ്രകാരമുള്ള ആ ശിക്ഷയിൽ നിന്ന്, വധശിക്ഷയിൽ നിന്ന് കഴിഞ്ഞ വർഷം ജൂൺ 2 അദ്ദേഹത്തിന് മോചനം ലഭിച്ചത്. കോടതി വധശിക്ഷ റദ്ദു ചെയ്തത്. അത് പ്രകാരം പിന്നീട് പബ്ലിക് റൈറ്റ്സിലുണ്ടായിരുന്ന 20 വർഷം എന്നുള്ള കാലാവധിയാണ് ഈ മെയ് 20 പൂർത്തിയാകുന്നത്. ആ പൂർത്തിയാകുന്നതോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ റിലീസിങ്ങിനുള്ള ശ്രമങ്ങൾ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്ന് വളരെ നന്നായി തന്നെ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വരാനുള്ള ഔട്ട് പാസ് ഓൾറെഡി എമർജൻസി സർട്ടിഫിക്കറ്റ് ഓൾറെഡി ഇന്ത്യൻ എംബസി കൈമാറിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് റഹീമിന്റെ നിയമസഹായത്തിനുമായി ബന്ധപ്പെട്ട് റിയാദിലെ നിയമസഹായ സമിതി CP മുസ്തഫയുടെയും അതുപോലെ തന്നെ അബ്ദുള്ള വല്ലാഞ്ചിറയുടെയും സെബിൻ ഇക്ബാലിന്റെയും അർഷദിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വളരെ വിപുലമായ കാര്യങ്ങൾ അവിടെ ചെയ്തു വരുന്നുണ്ട്. ഒപ്പം അതിനുവേണ്ടി കുടുംബത്തിന്റെ അറ്റോർണി ആയിക്കൊണ്ട്, പവർ ഓഫ് അറ്റോർണി ആയിക്കൊണ്ട് സിദ്ദിഖ് തൂവൂരാണ് അവിടെ നിയമ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മളെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി തിരിച്ചുവരവാണ്. തിരിച്ചുവരവിന് നമുക്കൊരു കൃത്യമായ ഡേറ്റ് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഈദുൽ അദ്ഹയുടെ ബലിപെരുന്നാളിന്റെ അവധി തുടങ്ങുകയാണ്. ഈ വരുന്ന 21-ാം തീയതി അവധി തുടങ്ങും. 20-ാം തീയതിയാണ് ഈ കാലാവധി തീരുന്നത്. 21-ാം തീയതി അവധി തുടങ്ങും. അപ്പോൾ അവധി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സമയത്ത് ഇതിന്റെ നിയമപ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന കാര്യം ഉറപ്പില്ല. കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വൈകാതെ തന്നെ എത്താൻ കഴിയും. കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ആ അവധിക്കാലം കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കലും നമുക്ക് ഇന്ന സമയത്ത് ഇന്ന തീയതിക്ക് അബ്ദുറഹീം ഇവിടെ എത്തും എന്നുള്ള കാര്യം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത്, സൗദി അറേബ്യ കനിഞ്ഞു നൽകിയ വലിയൊരു കാരുണ്യത്തിലാണ് അബ്ദുറഹീമിന്റെ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അതിന്റെ നിയമവ്യവസ്ഥയിൽ ഏറ്റവും വലിയൊരു കാരുണ്യമാണ് ആ വധശിക്ഷ ഒഴിവായി അബ്ദുറഹീമിനെ നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി, അതായത് സൗദി അറേബ്യയുടെ ഏറ്റവും മഹത്തരമായ നിയമവ്യവസ്ഥിതിയെ ആ രീതിയിൽ തന്നെ കണക്കിലെടുത്തുകൊണ്ട് വേണം റിപ്പോർട്ട് ചെയ്യാനെന്ന് പ്രിയപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളോട് വളരെ വിനീതമായി കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഒരു രീതിയിലും ഇവിടെ ഇപ്പോൾ നമ്മൾ തിരിച്ചു വന്നാലും അബ്ദുറഹീം ഇവിടെ വരുമ്പോൾ അതൊരു ആഘോഷമാക്കി മാറ്റാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. അതേസമയം ആ സന്തോഷം പങ്കിടുക എന്നതിലപ്പുറം വാർത്തകളിലും മറ്റ് മീഡിയകളിലൊക്കെ വരുന്ന വാർത്തകളിൽ വളരെ സൂക്ഷ്മത പാലിക്കണമെന്ന് ഒരു അഡ്വാൻസായി നിങ്ങളോട് പറയാൻ കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ വന്നിരിക്കുന്നത്. അത് നിങ്ങൾ ആ ദൌത്യം ഇതുവരെ വളരെ പ്രോംപ്റ്റായി കാര്യങ്ങളൊക്കെ ചെയ്ത നിങ്ങൾ ഇനിയും അബ്ദുറഹീം വന്നു കഴിഞ്ഞാലും ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. ഒരു കാരണവശാലും സൗദി അറേബ്യയുടെ ഈ 20 വർഷത്തെ അദ്ദേഹത്തിന്റെ ജയിൽ ശിക്ഷ കഴിഞ്ഞുള്ള ഈ കാലാവധിയിലുള്ള വിഷയങ്ങളിലൊന്നും തന്നെ കൂടുതൽ ആ രാജ്യത്തെ ഏതെങ്കിലും രീതിയിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ മറ്റോ ഒരു വാർത്ത നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അവരുടെ കാരുണ്യവും ആ നിയമവ്യവസ്ഥയുടെ ഏറ്റവും വലിയ സംശുദ്ധിയുമാണ് നമുക്ക് അബ്ദുറഹീമിനെ തിരിച്ചു കിട്ടുന്നത് എന്ന് കൂടി ഉണർത്താൻ ആഗ്രഹിക്കാം. അവിടുത്തെ ബലിപെരുന്നാളിന്റെ അവധി ആരംഭിക്കുകയാണ്. ഈ ഹജ്ജ് ഹോളിഡേയ്സ് ഉണ്ടല്ലോ, ഹജ്ജ് ഹോളിഡേയ്സ് ഒരു 15 ദിവസം സമയമെടുക്കും. 21 മുതൽ പിന്നെ അടുത്ത ജൂൺ 5 അല്ലെങ്കിൽ 10 അവിടെയുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ തുറക്കുള്ളൂ. അപ്പൊ അതിനുശേഷം നിയമ നടപടികളൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കുള്ളൂ. അതിനകം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം അവിടെ റിയാദ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നും പവർ ഓഫ് അറ്റോർണി സിദ്ദീഖ് തൂവൂരിന്റെ ഭാഗത്തു നിന്നൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെ അല്ല, ശിക്ഷാ കാലാവധി ഈ മെയ് 20 കൂടി പൂർത്തിയാവുകയാണ്.
തീർച്ചയായും ഇതിന്റെ നടപടികൾ ഉണ്ടാവുമല്ലോ. തീർച്ചയായും ഡീപ്പോർട്ടേഷൻ സെന്ററിലേക്ക് മാറ്റും, ജയിലിൽ നിന്ന് ഡീപ്പോർട്ടേഷൻ സെന്ററിലേക്ക് മാറ്റും. അത് ആ കോടതിയുടെ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും. എംബസിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവസാനം എംബസിയാണ് കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അവസാനം എമർജൻസി സർട്ടിഫിക്കറ്റ് ആയിരുന്നു കൊടുക്കാനുണ്ടായിരുന്നത്, അത് കൊടുത്തു. ആ എംബസിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും എംബസി വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ നമ്മളെ റിയാദിലെ കമ്മിറ്റിയോടൊപ്പം ഈ നാട്ടിലെ അബ്ദുറഹീം ട്രസ്റ്റ് കമ്മിറ്റി, ഇവിടെയുള്ള പ്രാദേശിക കമ്മിറ്റി, ഇവിടെയുള്ള പ്രദേശത്തുള്ള ഈ ജനങ്ങളെല്ലാം കൂടി അബ്ദുറഹീമിനെ മോചിപ്പിക്കാനുള്ള യത്നത്തിൽ വലിയൊരു രീതിയിൽ കൈകോർത്തിരുന്നു. അങ്ങനെയുള്ള എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ഈ പ്രവർത്തനത്തിന്. പിന്നെ ലോക മലയാളി സമൂഹം പല രീതിയിലുള്ള ആളുകൾ, ഏതൊക്കെ രീതിയിലാണ് പലരുണ്ട്. ബോച്ചയെ പോലുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മതരംഗങ്ങളിലുള്ള വലിയ ഒരുപാട് പ്രഗത്ഭര്. അത്രയും വലിയൊരു ദൌത്യമാണ് നമ്മൾ നിർവഹിച്ചത്. റിയൽ കേരള സ്റ്റോറി എന്ന് നിങ്ങളൊക്കെ തന്നെ വിശേഷിപ്പിച്ച ആ മഹാദൌത്യം അതേ രീതിയിൽ തന്നെ അവസാനിപ്പിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കണം എന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാറുള്ളത്. ടിക്കറ്റ് സർക്കാരല്ലേ. ഈ 20-ാം തീയതി റഹീം മോചിതനാവുകയാണ്, ശിക്ഷാകാലാവധി കഴിയുകയാണ്. അതിനുശേഷം ഏത് നിമിഷവും റഹീമിന്റെ ശിക്ഷാകാലാവധി കഴിഞ്ഞാൽ ഏത് നിമിഷവും വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എത്രയും പെട്ടെന്ന് വരും. ഈ ഇവിടുത്തെ നമ്മൾ ഇത്രയും വലിയൊരു ഫണ്ട് നേതൃത്വം കൊടുത്തുള്ള റിയാദ് കമ്മിറ്റിയും ട്രസ്റ്റ് കമ്മിറ്റിയും പ്രാദേശിക കമ്മിറ്റിയും, അതിൽ നിന്ന് നാട്ടിലും മറുനാട്ടിലും ഉള്ള എല്ലാ ജനവിഭാഗത്തും ഒക്കെ അതിന് വളരെ സഹായ സഹകരണം ചെയ്തു തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മീഡിയകളും എല്ലാവർക്കും ഒറ്റ വാക്കിൽ തന്നെ എല്ലാവർക്കും വളരെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രിയമുള്ളവരെ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. ഏതാണ്ട് 20 വർഷം മുമ്പ് 2 മാധ്യമപ്രവർത്തകർ റിയാദിൽ, ഷക്കീബ് കൊളക്കാടനും അതുപോലെ തന്നെ നജീബ് കൊച്ചുകനിലും യാദൃശികമായിട്ട് അവരുടെ മറ്റൊരു കേസിന്റെ ജയിൽ സന്ദർശിക്കാൻ പോയ സമയത്താണ് റഹീമിന്റെ കേസ് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനുശേഷം നാട്ടുകാരൻ കൂടിയായിട്ടുള്ള മാധ്യമപ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനും KMCCയുടെ നേതാവുമായിട്ടുള്ള ശ്രീ അശോക് വേങ്ങാട്ട് ഈ ദൌത്യം ഏറ്റെടുക്കുകയും അതിനിടയിൽ ഒരുപാട് സാമൂഹിക പ്രവർത്തകർ ഈ ദൌത്യത്തിന്റെ ഒത്തുചേർന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, നേരത്തെ ഇവിടെ മറ്റുള്ളവരൊക്കെ സൂചിപ്പിച്ച പോലെ മുഖ്യധാര മാധ്യമങ്ങളുടെ അകമഴിഞ്ഞ ഒരു പിന്തുണ, ഒരു രീതിയിലും ഇതൊരു വിവാദത്തിലേക്ക് കൊണ്ടുപോകാതെ ഒരുപാട് പ്രയാസങ്ങൾ ഈ കമ്മിറ്റികൾക്കൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ആ കമ്മിറ്റിയോടൊപ്പം സത്യാവസ്ഥ മനസ്സിലാക്കി ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്ത, എനിക്കറിയാം ഒരുപാട് പ്രാവശ്യം ഈ വിധി കാത്ത് ഇവിടെ ഈ വെയിലും മഴയൊക്കെ കൊണ്ട് ഇവിടെ നിന്ന മാധ്യമപ്രവർത്തകരാണ് എന്റെ മുമ്പിലുള്ളത്. അവരോടുള്ള കടപ്പാട്, അതുപോലെ തന്നെ കേരളത്തിലെ മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തുള്ള നേതാക്കന്മാർ അവരുടെയൊക്കെ ആഹ്വാനപ്രകാരമാണ് ചരിത്രത്തിലില്ലാത്ത രീതിയിൽ ഏതാണ്ട് വലിയൊരു സംഖ്യ ഈ ദൌത്യത്തിന് പിരിഞ്ഞു കിട്ടിയത്. അതുകൊണ്ട് ഇനി ആ റഹീമിന്റെ മടങ്ങിയ വരവ് മാത്രം എത്രയും വേഗം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ്. നന്ദി. അത് റഹീമിന്റെ വരവിന് ശേഷം ട്രസ്റ്റ് കൂടി നമ്മൾ ആലോചന നടത്തി. ഈ ട്രസ്റ്റിൽ വല്ല ബൈലോയിൽ വല്ല അമെൻമെന്റും ചെയ്യണമെങ്കിൽ അത് മാറ്റം വരുത്തി ഈ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തീരുമാനം റഹീമിന്റെ വരവിന് ശേഷം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റൂ. 11.5 കോടി ഏകദേശം. ഒരു സംയുക്ത കമ്മിറ്റിയാണ്. പിന്നെ അതോടൊപ്പം ഇവിടുത്തെ നിയമപരമായിട്ട് നമ്മളൊരു ട്രസ്റ്റ് ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. ആ ട്രസ്റ്റിന്റെ പ്രവർത്തനം വളരെ കൃത്യവും സുതാര്യവുമായ രീതിയിലാണ് നടന്നത്. അപ്പോൾ ശ്രീ സുരേഷ് അതിന്റെ ചെയർമാനാണ്, ആൻകുട്ടി മാഷ് അതിന്റെ ജനറൽ സെക്രട്ടറിയാണ്, അതുപോലെ ഗിരീഷ് അതിന്റെ ട്രഷറാണ്. അപ്പം ആ കമ്മിറ്റിയും മറ്റ് റിയാദിലുള്ള കമ്മിറ്റികളൊക്കെ കൂടി ആലോചിച്ച് പ്രാദേശിക കമ്മിറ്റിയുണ്ട്. പിന്നെ അപ്പോ റഹീം മോചിതനായതിന് ശേഷം അതിനെപ്പറ്റി ആലോചിച്ചതിന് ശേഷം അതിലൊരു തീരുമാനം എടുക്കുന്നതാണ്. പിന്നെ ആ സമയത്ത് തന്നെ അത് പറഞ്ഞ ദിവസം തന്നെ നമ്മളത് നിർത്തിയതാണ്. പിന്നീട്
അപ്രോക്സിമേറ്റ് ആണ്, കൃത്യമല്ല, അത് നോക്കണം. ആ വിത്ത് ഇൻട്രസ്റ്റ്. അല്ല, അതിൽ കുറച്ച് പൈസ നമ്മളല്ലാതെ നമുക്ക് ഈ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്ക് പോയല്ലോ. അത് കൃത്യമായിട്ട് വേണം. എല്ലാം ഓഡിറ്റ് റിപ്പോർട്ട് കൃത്യമായിട്ടുള്ള ഓഡിറ്റേഴ്സ് കംപ്ലീറ്റ് ഓഡിറ്റ് ചെയ്തതിനു ശേഷം പിന്നെ അത് റെയിമിന്റെ വരവിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് കണക്ക് അവതരിപ്പിക്കും. തുടർന്നുള്ള അതിന്റെ ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുകയും ചെയ്യും.